പുസ്തകങ്ങൾ 30-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിൽ മതി. Read that word in English. English വായിച്ചാൽ his favor is for a lifetime. His favor is for a lifetime. അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, his favor is for a lifetime. ഇന്ന് രാത്രി മുതൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഭൂമിയിൽ നിന്റെ ശ്വാസം തീരുന്നത് വരെ നിന്റെ മേൽ ഒരു പുതപ്പ് ഇന്ന് രാത്രി വീഴുന്നു. ആ പുതപ്പിന്റെ പേരാണ് ഫേവർ. What's the meaning of favor? ഫേവർ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഒരുപാട് ഡിക്ഷണറികളിൽ നോക്കി, എൻ്റെ മൊബൈലിൽ പലയിടത്തും ഞാൻ സെർച്ച് ചെയ്തു. പക്ഷേ എല്ലാവരും അതിന് കൃത്യമായ ഒരു പദം അവർക്ക് ആർക്കും പറയാനില്ല. എന്നാൽ അതിൽ നിന്ന് ഞാൻ പറക്കിയെടുത്ത 2-3 പദങ്ങൾ. ഒന്നാമത്തെ അർത്ഥം അനുകൂലത. ഫേവർ എന്ന വാക്കിന്റെ അർത്ഥം അനുകൂലത. രണ്ടാമത് ഞാൻ ഡിക്ഷണറിയിൽ കണ്ട അർത്ഥം പിന്തുണ. എന്നാൽ ബൈബിൾ ഡിക്ഷണറിയിൽ തിയോളജിയന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഡിക്ഷണറിയിൽ ഫേവർ എന്ന അർത്ഥം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ വാക്ക് ദൈവപ്രസാദം. അങ്ങനെങ്കിൽ 2015 അനുകൂലതയുടെ വർഷം, 2015 ദൈവത്തിന്റെ പിന്തുണയുടെ വർഷം, 2015 ദൈവപ്രസാദത്തിന്റെ വർഷം. എത്ര പേർക്ക് ഈ ആലോചന ഏറ്റെടുക്കാൻ കഴിയുന്ന അവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനം ആയിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഫേവർ എന്ന വിഷയത്തിലേക്ക് വരിക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ ഒന്ന് ഒരുക്കണം. എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാനല്ല ഇന്ന് രാത്രി ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ. പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഇന്ന് രാത്രി നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കും. ഒന്ന്, ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഉണങ്ങിയ ഒരു വിറക് പോലെയും നിങ്ങളുടെ മേൽ വീഴുന്ന വചനം തീ പോലെയും ആയിരിക്കും. 2, ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. 3, അപ്പോസ്തല പ്രവൃത്തി 10:44 ബൈബിൾ പറയുന്നു, ഈ വാക്ക് പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേൾക്കുന്നവരുടെ മേൽ, കൈ കെട്ടിയിരിക്കുന്നവർക്കല്ല, നോക്കിയിരിക്കുന്നവർക്കല്ല, ചുമ്മാ ചിന്തിക്കുന്നവർക്കല്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വചനത്തിന്റെ മുൻപിൽ ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്ന ദൈവമക്കളുടെ മേൽ വചനം വെളിപ്പെടുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ മഴ. കുഞ്ഞേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. Not forget that word. His favor is for a lifetime. അവന്റെ ഫേവർ നിന്റെ അവസാനം വരെ നിന്നോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. The God favor is not a subject. It is a life-changing experience. ദൈവത്തിന്റെ ഫേവർ എന്നുള്ളത് പോയിന്റ് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗ വിഷയമല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മനുഷ്യായുസ്സിൽ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഹല്ലേലൂയ.
വിഷയത്തിലേക്ക് വരുന്നു. ഗോഡ്സ് ഫേവർ. ഫസ്റ്റ് തിങ് ഈസ് അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്താൽ വെളിപ്പെടുന്ന യോഗ്യത. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം അർഹനാക്കുന്ന അനുഭവം. അൺമെറിറ്റഡ് ഫേവർ, ആർക്കും തടയാൻ കഴിയാത്ത ദൈവികമായ അനുകൂലത. Nobody can stop you. Read the word of God. എസ്തേറിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. Read that word once again. നിങ്ങൾ ഇപ്പൊ ഈ ലാസ്റ്റ് വായിച്ച് നിർത്തിയ ആ പദം മാത്രം. Look at that word. And Esther obtained favor in the sight of all them that looked upon her. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ആൻഡ് എസ്തർ obtained favor in the sight of all. ആരൊക്കെ എസ്തേറിനെ കാണുന്നുവോ അവർക്കെല്ലാം അവളോട് ഒരു ഫേവർ തോന്നും. അൺമെറിറ്റഡ് ഫേവർ. പ്രൈസ് ഗോഡ്. ആ പുസ്തകത്തിൽ തന്നെ 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോഴാണ് ഈ എസ്തേർ എന്ന് പറയുന്ന സഹോദരി ആരാണ്, അല്ലെങ്കിൽ ആരായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്ത് യായീരിൻ്റെ മകൻ മൊർദെഖായി എന്ന പേരുള്ള ഒരു യഹൂദൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന യുവതിയെ എടുത്തു വളർത്തി. എസ്തേറിൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായി എടുത്തു. മൊർദെഖായി എന്ന പേരുള്ള ഈ യഹൂദൻ എസ്തേർ എന്ന പേരുള്ള ഈ അനാഥയായ പെൺകൊച്ചിനെ എടുത്തു വളർത്തി. നോക്കുക, എസ്തേർ എന്ന് പറയുന്ന ഈ മകൾക്ക് അപ്പനില്ല, അമ്മയില്ല, ആരോരുമില്ല, അറിയപ്പെടുന്നവളല്ല, പറയത്തക്ക നിലയിൽ ഒരു പാരമ്പര്യവും അവൾക്ക് പറയാനില്ല. എന്നാൽ അൺമെറിറ്റഡ് ഫേവർ എവിടെയാണ്? യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യനാക്കുന്നതാണ് അൺമെറിറ്റഡ് ഫേവർ. അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹനാക്കുന്നതാണ് അൺമെറിറ്റഡ് ഫേവർ. അൺമെറിറ്റഡ് ഫേവർ വെളിപ്പെട്ടത് നമുക്ക് നോക്കാം. അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, ആരോരുമില്ലാത്ത, വളരാൻ യാതൊരു ചുറ്റുപാടുകളുമില്ലാത്ത, ഈ ലോകത്തിൽ അവളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു പാവം അനാഥ പെൺകുട്ടിയുടെ ലൈഫ് അൺമെറിറ്റഡ്. ഒരുത്തൻ്റെ മേൽ ഫേവർ വെളിപ്പെട്ടാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന വെളിപ്പാട്, അവന്റെ ഫ്യൂച്ചർ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. മൈ ഗാഡ്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുമോ? എന്നാൽ മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. നിർത്തട്ടെ പാസ്റ്റർ, നിക്ക്. ഫേവർ എന്തുവാന്ന് പറയട്ടെ. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വന്നു വീണാൽ, ആ ഫേവർ വന്നു വീഴുന്നതിന് മുൻപ് വരെ അവനെ ആർക്കും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരിക്കാം.
അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം, അപ്രയോജനദാസനായിരിക്കാം, ഒരു അംഗീകാരവും എങ്ങും ലഭിക്കാതെ അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആരും അംഗീകരിക്കാത്ത ഒരു കഴിവും രൂപഗുണവും ഒന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ ഫേവറിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വീണാൽ കാണുന്നവർക്കെല്ലാം അവനോടൊരു ഇഷ്ടം തോന്നും. അവളെ കാണുന്നവർക്കെല്ലാം ആ മുഖത്തോട്ട് നോക്കുമ്പം അടുത്തോട്ട് വരുമ്പോ എന്തോ ഒരു പ്രത്യേകത. Come on, church. Oh, that is a favor of God. That is a favor of God. Read that word once again. എന്നാൽ രാജാവ് എസ്തേറിനെ, come on read. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. That is an unmerited favor. എസ്തേർ ആരാ? അപ്പനില്ലാത്തവൾ, അമ്മയില്ലാത്തവൾ, ആരോരുമില്ലാത്തവൾ. ഈ ലോകത്തിലെ ഒരു മനുഷ്യ കരവുമില്ല എസ്തേറിനെ പൊക്കിക്കൊണ്ടുവരാൻ. പക്ഷേ ദൈവത്തിന്റെ ഫേവർ അവളുടെ മേളിൽ കിടക്കുന്ന ഒറ്റ കാരണമുണ്ട്. അവളെ കാണുന്നവർക്കെല്ലാം അവളോടൊരു സ്നേഹമുണ്ടാകും. വായിക്കാം. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. ഇതാണ് ഫേവർ. കം ഓൺ. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിട്ട്, പക്ഷം ആ വേർഡും വിടല്ല, പിന്തുണ. മറ്റുള്ള എല്ലാവരെക്കാളും അധികം രാജാവ് സപ്പോർട്ട് ചെയ്ത് നിന്നത് എസ്തേറിനെയാണ്. ഞാനൊരു സത്യം പറയാം, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വന്നു വീണാൽ അധികാരികളുടെ സപ്പോർട്ട്. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി. നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിച്ചേ മോനെ. അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. അപ്പൊ നിലവിലൊരു രാജ്ഞി അവിടെ ഉണ്ടായിരുന്നു. അവളുടെ പേര് വസ്തി എന്നായിരുന്നു. വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. This is an unmerited favor. ഈ പെങ്കൊച്ചിന് വല്ല യോഗ്യതയുണ്ടോ രാജകുമാരിയായി രാജ്ഞിയായിട്ടിരിക്കാൻ? ഈ പെങ്കൊച്ചിന് അപ്പനുണ്ടോ? ഇല്ല. അമ്മയുണ്ടോ? ഇല്ല. ആരേലും ഉണ്ടോ? ആരുമില്ല. എടുത്തു വളർത്തിയവളാ. അവൾ ആരും അറിയപ്പെടാത്തവളാ. ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കിടന്നവളാ. പക്ഷെ അവളെ പൊക്കിക്കൊണ്ട് വന്നത് ഫേവറാ. Come on, church. ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിനകത്തുനിന്ന്, നിന്റെ ദേശത്തിനകത്തുനിന്ന്, നിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ എഴുതി തള്ളിയ നിന്നെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം പൊക്കിയെടു. വിശ്വസിക്കുന്നവരത് കത്തട്ടെ. ചാടി പിടിമോനെ, നിനക്കുള്ള ദൂതായത് നീ ഏറ്റെടുക്കുക. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതറിയിക്കുക. വിശ്വസിക്കുന്നവർ ഇത് കത്തട്ടെ. രാജകുമാരിയായി ഇരുന്ന വ്യക്തിയെ, രാജ്ഞിയെ വസ്തിയെ മാറ്റിയിട്ട് എസ്തേർ രാജാവിന്റെ അടുക്കൽ വരുന്നത് വരെ വസ്തിയാ രാജ്ഞി. പക്ഷെ എസ്തേറിനെ കണ്ടപ്പോ രാജാവിന്റെ ചിന്ത മുഴുവൻ പോയിട്ട് പുള്ളി എന്നാ ചെയ്യുന്നെന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല. പുള്ളി ആ അധികാരത്തിന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി അതി വന്ന് തൊട്ടിട്ട് പറഞ്ഞു, കിരീടമെടുത്ത് അവിടെ തലയിലോട്ട് വെച്ചു കൊടുത്തിട്ട് പറയുക, ഇനി മുതൽ നീയാ ഇവിടുത്തെ രാജ്ഞി. ഇനി മുതൽ നീയാ ഇവിടുത്തെ രാജ്ഞി. മോനെ, ദൈവത്തിന്റെ ഫേവർ ഒറ്റ സെക്കൻഡ് കൊണ്ടാ നിന്റെ സ്ഥിതി മാറ്റുന്നേ. ദൈവത്തിന്റെ ഫേവർ ഒറ്റ സെക്കൻഡ് കൊണ്ടാ നിന്റെ സ്ഥിതി മാറ്റുന്നേ. Come on! Listen to that word. ഒരു സാധാരണ വസ്ത്രം ധരിച്ച് ഒരു സാധാരണ വ്യക്തിയായി ആ പെങ്കൊച്ച് രാജാവിന്റെ അടുക്കൽ വരിക. She is very normal person. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും നോക്കില്ല. രാജാവ് അവളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ
ഞാനൊരു വാസ്തവമായ കാര്യം പറയാം. നിന്റെ മേലുള്ള ഫേവർ നിനക്ക് കാണാൻ പറ്റിയില്ലേലും നിനക്ക് ഇന്ന് മുതൽ അനുഭവിക്കാൻ പറ്റും. You are blessed. You are accepted. We are deeply loved, highly favored, and greatly blessed in the name of Jesus. Hallelujah. Come on, church. We are deeply loved, highly favored, and greatly blessed in the name of Jesus. ഞാൻ ആഴമായി സ്നേഹിക്കപ്പെട്ടു. ഞാൻ ഒത്തിരി ഫേവറിനാൽ നിറഞ്ഞു. Come on, എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു? Listen to me, listen to me. രാജസന്നിധിയിൽ വന്ന എസ്തേർ സാദാ എസ്തേർ ആയിരുന്നെങ്കിൽ, സാദാ പെങ്കൊച്ചായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ രാജസന്നിധിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് സാദാ പെങ്കൊച്ചായിട്ടല്ല. ആ സെക്കൻഡ് മുതൽ രാജ്ഞിയുടെ കിരീടം അവിടെ തലയ്ക്ക് വന്നു. ഞാനിവിടെ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ശക്തമായി വിളിച്ചു പറയാം. ദൈവത്തിന്റെ ഫേവർ നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ അപ്പൻ ആരാന്നോ, അമ്മ ആരാന്നോ, കുടുംബം എന്തുവാന്നോ, നിന്റെ പഠിത്തം എന്തുവാന്നോ, നിന്റെ ഗോത്രം എന്തുവാന്നോ, ഒരു വിഷയമല്ല. ദൈവം നിന്നെ മാനിച്ചിരിക്കും. ദൈവം കർത്താവ് നിന്നെ കൈപിടിച്ച് ഉയർത്തിയിരിക്കും. മോനെ, ഇത് ദൈവം ചെയ്യാൻ പോവാ. ദൈവം ചെയ്യാൻ പോവാ. റീഡ് പാസ്റ്റർ, റീഡ്. തുടങ്ങിയതേ ഉള്ളൂ. റീഡ്. രാജാവ് എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 2 മുതൽ 4 വരെ. 5 verse 2 to 4. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിൽ ഇരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? ഫേവർ ഒരുത്തന്റെ മേൽ വീണാൽ നീ ആവശ്യപ്പെടുവല്ല, നിന്നോട് ആവശ്യപ്പെടുക. ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്ന മാന്യത എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുത്തതിന്റെ ബാലൻസ് അല്ല. എസ്തേറിന്റെ മേൽ ഫേവർ വെളിപ്പെട്ടു. ആ ഫേവർ അവളുടെ മേൽ ഉള്ളത് കൊണ്ട് അവൾ രാജ്ഞിയായി. ഇതിനപ്പം തന്നെ ആരുണ്ട്? അൺമെറിറ്റഡ് ഫേവറിൽ എസ്തേറിനെ കുറിച്ച് നമ്മൾ കേട്ടു. എന്തായിരുന്നു എസ്തേറിനുണ്ടായ അനുഭവം? മൊർദെഖായി എന്ന് പറയുന്ന ഈ യഹൂദനായ മനുഷ്യൻ അനാഥയായി പെങ്കൊച്ചിനെ എടുത്ത് വളർത്തി. ആരോരുമില്ലാത്തവൾ ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ രാജ്ഞിയായി മാറി. അവളെ കാണുന്നവർക്ക് എല്ലാവർക്കും ആ വേർഡ് പാസ്റ്റർ ജി, ഇവർക്കത് മനസ്സിലാകാൻ വേണ്ടി അതുകൂടെ വായിച്ചങ്ങ് നിർത്തിക്കോ ആ പോർഷനിൽ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷൂടെ ആഡ് ചെയ്ത് വായിക്കണമെന്ന്. എസ്തേറിന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാമോ? എന്നാൽ മൊർദെഖായി തനിക്ക് ഇംഗ്ലീഷ്, റീഡ് ഇൻ ഇംഗ്ലീഷ്. Now when the turn of Esther, the daughter of Abihail, the uncle of Mordecai, who had taken her as his daughter, came to go into the king, she did not request anything. She did not request anything. അവൾ ഒരുത്തനോട് ഒന്നും റിക്വസ്റ്റ് ചെയ്യാൻ, യാചിക്കാൻ പോയില്ല. നിന്റെ സ്വപ്നത്തിൽ പോലും നീ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹം, നീ ചോദിക്കാത്തത്, നീ നനയ്ക്കാത്തത് സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Read, pastor, read. The king's eunuch, who was in charge of the woman, advised, and Esther found favor in the eyes of all who saw her. Found favor in the eyes of all. In the eyes of all who saw her. Found favor in the eyes of all. She found the favor in the eyes of all. അവളെ കാണുന്നവർക്കെല്ലാം
വായിച്ചോ that word, read that word, come on. Yes. And Esther found favor in the eyes of all who saw her. So Esther was taken to King Ahasuerus to his royal palace in the 10th month, which is the month Tebeth, in the 7th She year. found the favor. നിങ്ങൾ ആ പോക്ക് കണ്ടോണം. ഇപ്പോഴാ പാലസിനകത്തെ എല്ലാമായിട്ട് അവൾ മാറി. Read, listen to me, my beloved sons and daughters. എൻ്റെ ആത്മീയ പുത്രിമാർ സഭ ശ്രദ്ധിച്ചേ. അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുമല്ലാതായിരിക്കുന്ന നീ ദൈവത്തിന്റെ ഫേവറിനാൽ എല്ലാമായി തീരും. യെസ് പാസ്റ്റർ. ഇനി ഇതിനേക്കാൾ കത്തുന്ന അടുത്ത വിഷയം. കമോൺ ചർച്ച്. ഇതിന് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇതിന്റെ പുതപ്പ് നിങ്ങളുടെ മണ്ടയ്ക്ക് വന്ന് വീഴണം. Genesis chapter 39 word 21. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21 വാക്യം. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഇംഗ്ലീഷിൽ വായിക്കട്ടെ ഞാൻ. But the Lord was with Joseph and extended kindness to him and gave him favor in the sight of the chief jailer. But the Lord was with Joseph. എന്നാൽ യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. ഇനി ഇവിടെ listen to me everyone. ഫേവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ കിടപ്പുണ്ട്. But the Lord was with Joseph. ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നതാണ് നിന്റെ ഫേവർ. ഇങ്ങോട്ട് നോക്കിയേ. ജയിലർ എന്ന് പറഞ്ഞ കാരാഗ്രഹ പ്രമാണി എന്ന് പറഞ്ഞാൽ അങ്ങാരാ? കാരാഗ്രഹ പ്രമാണി എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നവനാ. ജയിൽ സൂപ്രണ്ട്. ഒരിക്കലും ജയിലിനകത്ത് കിടക്കുന്ന ജയിൽ പുള്ളികളോട് ജയിൽ സൂപ്രണ്ടിന് വലിയ ഇഷ്ടമൊന്നുമില്ല. ജയിൽ സൂപ്രണ്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യുവമാര് പുറത്തു പോകാതെ കുർത്തക്കേടൊന്നും കാണിക്കാതെ യുവമാരെ അതിനകത്ത് ഒതുക്കി ഇടുക എന്നുള്ളതാണ് ജയിൽ സൂപ്രണ്ടിന്റെ ലക്ഷ്യം. പക്ഷേ ജോസഫ് എന്ന മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായതിനാൽ ശത്രുവിന് പോലും അവനോട് ഫേവർ തോന്നുക. ജയിലറിന് think about that. Never happen. ഇത് സംഭവിക്കത്തില്ല. എടാ, കുറ്റവാളികളെ ജയിലിനകത്ത് ഇട്ടിരിക്കുമ്പോൾ അതും പുള്ളിയുടെ മേൽ വന്ന ആരോപണം എന്നാണെന്നറിയാവോ? ആ രാജ്യത്തിലെ ആ രാജാവിന്റെ പൊത്തീഫറിന്റെ ഭാര്യയെ അപമാനിച്ചു. അതാണ് പുള്ളിയുടെ പേരിലുള്ള കേസ്. ഹലോ, ഒരു വൃത്തികെട്ട കേസാ പുള്ളിയുടെ മേളിൽ. പുള്ളി ചെയ്തതല്ല, പുള്ളിക്ക് അതിനകത്തൊരു പങ്കുമില്ല, പുള്ളിയെ കുടുക്കിയതാ. ഇനി ഒരു സത്യയുടെ പറയട്ടെ, ഫേവർ ഉള്ളവനെ പൊട്ടക്കിണറ്റിലിട്ടാലും ഫേവർ ഉള്ളവനെ കാരാഗ്രഹത്തിൽ അടച്ചാലും ഫേവർ ഉള്ള ഒരുത്തനെ കുഴി എടുത്തിട്ട് മൂടിയാലും അവൻ പുറത്തു വന്നിരിക്കും. If the favor of God is with you, nobody can stop you. The favor of God with you, nobody can stop you. ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഒരുത്തനും നിന്നെ ഒതുക്കാൻ ഒക്കത്തില്ല. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. ആരുടെ മേളിലാണ് ഇത് വരുന്നതെന്നും കൂടെ കാണാം. 2:15 വായിച്ചേ. എസ്തേർ 2:15. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹേലിന്റെ മകളായ എസ്തേറിനും രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. അവൾ ഒന്നും ചോദിച്ചില്ല. അവിടെ കൂടുള്ളവരും തോഴിമാരും കൂട്ടുകാരികളും അവിടെ നിൽക്കുന്നവരെല്ലാം ഒരുപാട് അലങ്കാര വസ്തുക്കൾ വാങ്ങിച്ചു, അവരെ തന്നെ അണിയിച്ചു. എന്തിനാണെന്നറിയാമോ? രാജാവിന് അവരോട് പ്രത്യേക പ്രീതി തോന്നാൻ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ മുഖത്തെ മേക്കപ്പ് അവിടെ
ഹല്ലേലൂയ. പല തോഴിമാരും പല സ്ത്രീകളും ചർമ്മലിഖിതങ്ങളും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം പോയി ചോദിച്ചിട്ടും എസ്തേർ ഒന്നും ചോദിച്ചില്ല. ഓ മൈ ഗാഡ്. ഞാൻ ഇങ്ങോട്ട് നോക്കിയേ, ഫേവർ ഉള്ളവന് ജോലി കിട്ടാൻ സർട്ടിഫിക്കറ്റ് ഒരു വിഷയമല്ല. എത്ര പേർക്ക് ഞാൻ ആ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു? മൈ ഗോഡ്. ജോസഫ്, വചനം പറയുന്നു, ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. 2015 ഇയർ ഓഫ് ഫേവർ ആണോ? അതെങ്ങനെയാ 2015 ഇയർ ഓഫ് ഫേവർ ആകുന്നേ? ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഞങ്ങളും ഇതിനകത്തും പുറത്തു നിൽക്കുന്ന നിങ്ങളും സകല ആൾക്കാരുടെ കൂടെ ദൈവം ഇരിക്കുന്ന വർഷം. നീ എവിടെ പോകുന്നു, കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ. You will never be the same again. 2014 നീ കേറിപ്പോയെടുത്ത്, നീ അറ്റംപ്റ്റ് ചെയ്തെടുത്ത്, നീ ചെന്നതിൽ പലതിലും നീ തല താഴ്ത്തിയെങ്കിൽ, ചില പരാജയങ്ങൾ നീ അനുഭവിച്ചെങ്കിൽ, ആത്മാവിൽ ഞാൻ 15 നോക്കി പ്രവചിക്കുന്നു, പരാജയം നിന്റെ മുൻപിലില്ല. പരാജയം നിന്റെ മുൻപിലില്ല. പരാജയം നിന്റെ മുൻപിലില്ല. നീ ആഗ്രഹിച്ചതും നീ ചോദിച്ചതുമായ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ നിനക്കത് തടയപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് രാത്രിയിൽ, tonight onwards, God will open the door that for you. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? കാരാഗൃഹ പ്രമാണിക്ക് ജോസഫിനോട് ഫേവർ തോന്നി. എന്തുകൊണ്ട്? പാസ്റ്റർ ജി, 37 അധ്യായം 3 വാക്യം, ഉൽപ്പത്തി പുസ്തകം എടുത്ത എല്ലാവരും 37 3 വാക്യം, 4 വാക്യം, 5 വാക്യം, 8 വാക്യം, 11 വാക്യം. ഇതൊന്ന് വായിക്കണം. 3 വാക്യം ആദ്യം വായിക്കേ. യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച്. നോക്കി യാക്കോബ് എന്ന് പറയുന്ന പുള്ളിക്ക് മക്കള് പലതുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ, യാക്കോബിന്റെ പേരെന്നാ? ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേലിൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിൽ എല്ലാ മക്കളിലും വെച്ച് ഏറ്റവും അധികം ജോസഫിനെ സ്നേഹിച്ചു. മറ്റ് മക്കളോടൊന്നും തോന്നാത്തൊരു സ്നേഹം യാക്കോബിന് ജോസഫിനോടുണ്ടായി. അതുകൊണ്ടൊരു നിലയങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തു. ഇനി 4 വാക്യം. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. 8 വാക്യം. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? ഇത് ശത്രുവിന് അറിയാവുന്ന സത്യം. ഫേവർ ഉള്ളവൻ എന്താവും? ഞാൻ പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് നിന്നെ എതിർക്കുന്നവർക്കറിയാം. അവർക്ക് എന്നാന്നറിയോ? ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിനും കർത്താവിനെ അറിയുന്നതിനും നീ ഇങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നു വരുന്നതിനും അവൻ എന്താ എതിർപ്പെന്നറിയോ? അവൻ ഉറപ്പായിട്ടും അറിയാം നീ ഇതിനകത്ത് നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ ഇതിനകത്ത് നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ശത്രുവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ എതിർപ്പ്. ആമേൻ. 2015 വിശ്വാസത്തിൽ വന്നതിന്റെ പേരിലോ, വിശ്വാസത്തിൽ നിന്നതിന്റെ പേരിലോ, കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിലോ, കർത്താവിനെ ഉയർത്തിയതിന്റെ പേരിലോ, യേശുവിനെ പ്രസംഗിച്ചതിന്റെ പേരിലോ, യേശുവിനെ അറിയിച്ചതിന്റെ പേരിലോ, ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയതിന്റെ പേരിലോ, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തതിന്റെ പേരിലോ, വ്യക്തികളോ സാഹചര്യങ്ങളോ, ആമേൻ, മതങ്ങളോ നേതാക്കന്മാരോ കുടുംബക്കാരോ നിനക്കെതിരാകുന്നെങ്കിൽ നീ എഴുതി വെച്ചുകൊള്ളുക, അവിടെ മുതൽ നിന്റെ ഫേവർ, നിന്റെ മേലുള്ള ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ. താങ്ക് യു ജീസസ്.
Listen to this unmerited favor. Word 11. 11 വാക്യം. അവൻ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ആരോട്? എന്തുകൊണ്ട്? ദൈവത്തിന്റെ ഫേവർ അവന്റെ മേളിൽ ഹൈ ആയിരുന്നത് കൊണ്ട് കാണുന്നവർക്കെല്ലാം അവനോടൊരു അസൂയ തോന്നി. ഞാനൊരു സത്യം പറയാം സഹോദരങ്ങളെ, നിങ്ങളുടെ മേലുള്ള ദൈവപ്രസാദം വലുതാകുമ്പോൾ, വർദ്ധിക്കുമ്പോൾ ചിലർക്ക് അസൂയ തോന്നിയേക്കാം. ഒരു ദൂതുകൂടി ഇതിനകത്തോട്ട് ഞാൻ വലിച്ചെറിയുക. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നത് പോലെ നിന്നെ അനുഗ്രഹിച്ചേക്കാം. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നത് പോലെ ദൈവം നിന്നെ ഉപയോഗിച്ചേക്കാം. പക്ഷെ അവിടെ പതറല്ല്, അവിടെ തളരല്ല്, അവിടെ ഒട്ടും പുറകോട്ട് പോകല്ല്. നീ വിളിച്ചു പറയണം, the favor of God is with me. The favor of God is with me. The favor of God is with me. ദൈവത്തിന്റെ ഫേവർ എൻ്റെ മേൽ ഉള്ളത് കൊണ്ടാ. Pastor Ji, read. Come on, read Genesis chapter 39. Come. Word 2, 3, 4. The word 5. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2, 3, 4, 5 വാക്യം. അഞ്ചാമത്തെ വാക്യം is very important. Read that word. The Lord was with Joseph, so he became a successful man. The Lord was with Joseph, so he became a successful man. Not a failure person. Oh, the favor of God with Joseph. The favor of God with Joseph. That's why he became a successful man. You are success because the favor of God is with you. You are success because the favor of God is with you. നീ ജയാളിയാ കാരണം ദൈവത്തിന്റെ അനുകൂലത നിനക്കുണ്ട്. നീ ജയാളിയാ കാരണം ദൈവത്തിന്റെ പ്രസാദം നിനക്കുണ്ട്. നീ ജയാളിയാ. You are more than conqueror because the favor of God is very high in your life. Yeah, read. മിസ്രൈമനായ യജമാന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസെഫ് അവൻ ഇഷ്ടനായി. ജോസഫ് അവനൊരു പുതിയ പേര് കിട്ടി, ഇഷ്ടൻ. Read in English. Paragraph. Word 4 and 5. So Joseph found favor in his sight and became his favor in his sight. That's why. Read. And became his personal servant. And he made him overseer over his house. Okay. Unmerited favor. സെർവന്റ് ആയിട്ട് വന്നവൻ ഓവർസിയർ ആയി. മിസ്രൈമിലെ already is not servant, he's a slave. He's a slave, he's not servant. ഇത് രണ്ടർത്ഥമാ. ആക്ച്വലി ഒരു വേലക്കാരനായിട്ടല്ല ജോസഫ് അവിടെ വന്നേ, ഒരു അടിമയായിട്ടാ. സ്ലേവ് ഓവർസിയർ ആകുന്നതാ ഇന്ന് രാത്രിത്തെ മെസ്സേജ്. അൺമെറിറ്റഡ് ഫേവർ. അടിമ ചന്തയിൽ വസ്ത്രരഹിതനായി നിന്ന ജോസഫ്. കാരണം അടിമകളെ എടുക്കുന്നത് ശരീരം നോക്കിയ, ആരോഗ്യമുള്ളവനെ എടുക്കത്തുള്ളൂ. നിന്ദിക്കപ്പെട്ട് മോനെ ഇസ് വെരി പവർഫുൾ. നിന്ദിക്കപ്പെട്ട് വസ്ത്രരഹിതനായി ഒരു ചന്തയിൽ, ഒരു മാർക്കറ്റിൽ നിന്നവനാ ജോസഫ്. സഹോദരങ്ങൾ അവനെ തള്ളി പൊട്ടക്കിണറ്റി വലിച്ചെറിഞ്ഞു. അവിടുന്ന് പൊക്കിയെടുത്ത വിറ്റത്. ഹല്ലേലൂയ. വസ്ത്രരഹിതനായി നിന്ന് ഉടുപ്പ് പോലും ഇല്ലാതാണ് ഈ മനുഷ്യൻ ഈ കൊട്ടാരത്തിനകത്ത് വരുന്നേ. ഉടുപ്പ് പോലും ഇല്ലാതെ വന്നവനാണ് ഇപ്പോൾ ഓവർസിയറിന്റെ കുപ്പായം. That is favor. ഒന്നുമില്ലാതിരിക്കുന്ന നിന്നെ എല്ലാമാക്കി മാറ്റുന്ന ഫേവർ. Lord, I thank you for your unmerited favor.
ഇസ്രായേലിയർക്ക് വിറ്റതാ, ചന്തയ്ക്കകത്തുനിന്ന് മേടിച്ചതാ. പക്ഷേ ബൈബിൾ പറയുന്നു അവൻ അവിടുത്തെ ഓവർസിയറായി, ആ വീടിന്റെ ഫുൾ ചുമതല അവനായി. ഇനി ഇതൂടെ പറഞ്ഞ് അൺമെറിറ്റഡ് ഞാൻ വരുമോ? ഇതിനേക്കാൾ അടുത്ത വലിയ കാര്യോടെ നിൽക്കുക. ഒടുവിൽ ജോസഫ് ആരായി? അവൻ മിസ്രൈം രാജ്യത്തെ മന്ത്രിയായി, മിനിസ്റ്ററായി. ഓ മൈ ഗോഡ്! ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മന്ത്രിയുടെ വസ്ത്രം, മിസ്രൈമ്യ മന്ത്രിയുടെ വസ്ത്രം അവനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ തലപ്പാവ് അണിയിച്ചു, അധികാരത്തിന്റെ വടി അവന്റെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഇത് രണ്ടും ഒന്ന് നോക്കി, രണ്ട് ചിത്രം അൺമെറിറ്റഡ് ഫേവർ ആണ്. അപ്പനും അമ്മയും ഇല്ലാതിരുന്ന പെങ്കൊച്ച് ഒരു ഭാഗത്ത്, അവളെ നോക്കൂ, അവൾ ഇവിടെ ഉണ്ട്, നോക്കൂ. ആരുമില്ല അവളെ സംരക്ഷിക്കാൻ, ആരുമില്ല അവളെ സഹായിക്കാൻ. അപ്പനും അമ്മയും പോലും അവൾ ചൊവ്വേ കണ്ടിട്ടില്ല. അവളാണ് ഫേവർ വീണപ്പം ഒരു രാജ്യത്തിലെ രാജ്ഞിയായി മാറിയത്. ജോസഫിനെ നോക്കൂ, സഹോദരങ്ങൾ വിറ്റ, പൊട്ടക്കണറ്റിൽ തള്ളിയ, ആരോരുമില്ലാത്ത ചെറുപ്പക്കാരൻ, ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായിരുന്നവൻ, ദൈവം കൂടെ ഉള്ളവൻ, ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ, ഒരു വസ്ത്രം പോലും ഇല്ലാതെ. അവന്റെ സഹോദരന്മാർ അവനെ കണ്ടത് ഒരു വസ്ത്രവും ഇല്ലാതെ നിൽക്കുന്ന ജോസഫിനെയാ, ഒരു ഉടുപ്പുമില്ലാതെ നിൽക്കുന്ന ജോസഫിനെ അവർ കണ്ടത്. പക്ഷേ ഫേവർ അവന്റെ മേളിൽ ഉണ്ടായതാൽ, ദൈവത്തിന്റെ അനുകൂലത അവനുണ്ടായതിനാൽ, ദൈവപ്രസാദം അവനുണ്ടായതിനാൽ, നോക്കിയേ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കുന്ന ജോസഫിനെ നോക്ക്. ഫേവർ ഉള്ള ജോസഫിനെ സഹോദരങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തോണം. ഓ മൈ ഗോഡ്! ചിലതിനെ കർത്താവ് ഇന്ന് രാത്രി സ്പർശിക്കുക. നിന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം, നിന്നെ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തവണ്ണം. This is my God, unmerited favor. യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് യോഗ്യനാക്കും. വളർന്നു വരാൻ ഒരു സാഹചര്യമില്ലാത്തടത്ത് നീ എല്ലാമായി മാറുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. യഹോവ എസ്തേറിന്റെ കൂടെ ഇരുന്നു. ഓ മൈ ഗോഡ്! യഹോവ ജോസഫിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അവൻ വസ്ത്രരഹിതനായി നിന്ന് പണിയെടുത്തേനെ. യഹോവ ജോസഫിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അവൻ തകർന്നവനായേനെ. യഹോവയുടെ കരം എസ്തേറിന്റെ മേൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അവൾ അനാഥയായിരുന്നേനെ. ഇന്ന് പകൽ ഈ ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നതല്ലേ, നിന്റെ ഫേവർ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തെ പോലും ശത്രു നോട്ടം വെച്ച്, നിന്റെ കുടുംബ ബന്ധത്തെ പോലും തകർത്തു കളയാൻ ശത്രു ആഗ്രഹിച്ചപ്പോൾ, പിശാച് അതിന്റെ മേൽ പ്രവർത്തിച്ചപ്പോൾ, അതിന്റെ എല്ലാം മേളിൽ വന്നു വീണ ഫേവർ. നമ്പർ 2, untold favor. First one is unmerited favor. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എനിക്ക് ലഭിക്കുന്ന അംഗീകാരം, unmerited favor. Second thing is untold favor. What's the meaning of untold favor? എന്താ untold favor എന്ന് പറഞ്ഞാൽ? വർണ്ണിക്കാൻ കഴിയാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ ഫേവർ. What is the meaning of untold favor? പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുകൂലത എന്തുവാ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം എന്നാ? പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുണ്ട്. ചിലരെ മാത്രം ഇന്ന് രാത്രി ഈ സഭയിലോട്ട് എടുത്ത് നിർത്താം. വായിച്ചോ, Luke chapter 1 verse 30. Luke chapter 1 verse 30. Untold
favor. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. The angel said to her, do not be afraid, Mary, for you have found favor with God. Mary, for you have found favor with God. ദൂതൻ മറിയയോട്, നിനക്ക് ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടിരിക്കുന്നു. The God said, Mary, for you have found favor with God. Do not be afraid. The God said to Danny, the God said to Abby, the God said to all my children of Guardian, do not be afraid, for you have found the favor with God. ദൂതൻ അവളോട്, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരിക്കുക. നിനക്ക് ദൈവത്തിന്റെ, അവിടെ മലയാളത്തിൽ കൃപയെന്ന് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിലെ എല്ലാ KJV, NIV, ASV എല്ലാ ട്രാൻസ്ലേഷനിലും ഫേവർ എന്ന പദം എഴുതിയിരിക്കുന്നത്. The angel said to her, do not be afraid, Mary, for you have found favor with God. Favor with God. നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ നീ ഭയപ്പെടണ്ട. ദാ ഇപ്പോൾ മുതൽ ഇതിനകത്തൊരു ചോദ്യമുണ്ട്. മറിയ ദൂതനോട്, ഹൗ ക്യാൻ ദിസ്, ഇതെങ്ങനെ സാധിക്കും? പക്ഷേ ഹൗ ക്യാൻ ദിസ്, മറിയ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? What the Holy Spirit will come upon you. The Holy Spirit will come upon you. Come on. Listen to me, my brother. ദൈവം എന്നോട് പറഞ്ഞൊരു പദം, എൻ്റെ കാതിൽ മുഴങ്ങിയ ഒരു പദം. When the Holy Spirit come upon you, that time onwards, God's favor is activated in your life. പക്ഷെ ഒരു കാര്യമുണ്ട്. When the God's favor is activated in your life, your responsibility is very high. അൺടോൾഡ് ഫേവറിൽ നിൽക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ അനുകൂലത ആർക്കൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുകയില്ല. വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല ആർക്കും. അൺടോൾഡ് ഫേവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മറിയ നോക്കുക, അവളോട് പറയും അൺടോൾഡ് ഫേവർ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫേവർ. ജിജി പാസ്റ്റർ, ആ വാക്യം മറിയയോട് ദൂതൻ എന്തോ പറഞ്ഞെന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. The angel said to her, മറിയയോട് ദൂതൻ പറയുന്നു, do not be afraid, നീ ഭയപ്പെടേണ്ട, Mary, for you have found favor with God. ഇപ്പോൾ മുതൽ ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ അനുകൂലത നിനക്കുണ്ടായിരിക്കുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? കല്യാണം കഴിച്ചിട്ടില്ലാത്ത അവിവാഹിതയായ, ഒരു പുരുഷന്റെ അടുക്കൽ പോയിട്ടില്ലാത്ത, ഒരു പുരുഷന്മാരെ പോലും തൊട്ടിട്ടില്ലാത്ത ഈ സഹോദരിയുടെ ഗർഭപാത്രത്തിനകത്ത് എങ്ങനൊരു കുഞ്ഞ് ജനിക്കും? ദിസ് ഈസ് അൺടോൾഡ് ഫേവർ. ഇതാണ് മെഡിക്കൽ സയൻസിനും മനുഷ്യർക്കും മനസ്സിലാകാത്ത ഫേവർ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നു? കരങ്ങൾ അടിച്ചു ചേർന്ന് ദൈവത്തിന് നന്ദി പറയാമോ? മെഡിക്കൽ സയൻസിനും മനുഷ്യർക്കും മനസ്സിലാകാത്ത ഫേവർ, അൺടോൾഡ് ഫേവർ. ഒരു സ്ത്രീ ഒരു പുരുഷനെയും തൊടാതെ, ഒരു പുരുഷന്റെ അടുക്കലും പാതെ, കന്യകയായ ഒരു സ്ത്രീ നിന്ന നിപ്പിൽ, നിന്ന സ്ഥലത്ത്, നിന്ന നിപ്പിൽ പ്രഗ്നന്റ് ആയി. എന്താ സാറേ കേൾക്കുന്നേ? ഒന്നുമില്ല, ആ പെങ്കൊച്ചൊരു റൂമിൽ നിൽക്കുകയായിരുന്നു. ഒരു പുരുഷന്മാരോടില്ല, ഒരു പുരുഷനെ തൊട്ടിട്ടുമില്ല. നിന്ന നിപ്പിൽ, നിന്ന റൂമിൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി.
ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇതാ പറഞ്ഞ അൺടോൾഡ് ഫേവർ. 35-ാമത്തെ വാക്യത്തിൽ ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇനി ഒരു വ്യക്തിയുടെ മേളിൽ ഫേവർ വന്നാൽ, പരിശുദ്ധാത്മാവുള്ള ഒരു സഹോദരി ആ പുള്ളിക്കാരിയെ വിളിക്കുന്ന കേട്ടോണം. 42-ാം വാക്യം, 35 വരെ വായിച്ച 42. Blessed are you among women. Blessed are you, you only, not others. സ്ത്രീകൾ എത്ര പേരുണ്ട് ലോകത്തിൽ? ലോകത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷേ ഈ സ്ത്രീകളുടെ എല്ലാം മണ്ടയ്ക്ക് നിൽക്കുകയല്ലേ ഇന്നും മറിയ. ഫേവർ വന്ന് വീണതാ. Blessed are you among women. സ്ത്രീകളിൽ വെച്ച് നീ അനുഗ്രഹിക്കപ്പെട്ടവളാവും. ഒരു വ്യക്തിയുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ വന്ന് വീണാൽ, ആ വന്ന് വീഴുന്ന ഫേവർ എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് പോലെ. ഒരു മൊബൈൽ നിങ്ങൾ മേടിക്കുമ്പോൾ ആ മൊബൈലിനകത്ത് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് ഇൻസ്റ്റോൾഡ്. മേടിച്ചത് ഓൺ ആക്കുമ്പോഴേ ആ മൊബൈൽ കമ്പനിക്കാർ അതിനകത്ത് ഇട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ എല്ലാം ആക്ടിവേറ്റഡ് ആണ് എന്ന് പറയുന്ന പോലെ ദൈവം ചിലരുടെ മേളിൽ ഇടുന്ന ഫേവർ അൺമെറിറ്റഡ് ഫേവർ ഉണ്ട്. ദിസ് ഈസ് ആൻ അൺടോൾഡ് ഫേവർ. ദൈവത്തിന്റെ പുത്രനെ പ്രസവിച്ചവൾ. ലോകത്തിൽ ഒരു ദൈവപുത്രനേ ഉള്ളൂ. ഇനി ഒരാൾക്കൂടെ ദൈവപുത്രനെ പ്രസവിക്കാൻ ഒക്കത്തില്ല. ആ ഫേവർ വന്ന് വീണത് മറിയയ്ക്ക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ചുമന്ന ഉദരം, ദൈവത്തെ ജഡത്തിൽ ജനിച്ചതല്ല, പരിശുദ്ധാത്മാവിൽ. ജോസഫും മറിയുമായിട്ടുള്ള ബന്ധത്തിൽ ജനിച്ചതല്ല, ദൈവത്താൽ ജനിച്ചത്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ മറിയ ദൈവപുത്രനെ പ്രസവിച്ചു. ഇനി ഒരു മറിയയ്ക്കും ഒരു സഹോദരിക്കും ഇനി ഈ ലോകത്തിൽ ആർക്കും ദൈവപുത്രനെ പ്രസവിക്കാൻ ഒക്കത്തില്ല, ദൈവപുത്രനെ ചുമക്കാൻ ഒക്കത്തില്ല. ലോകത്തിൽ ഒരാൾക്ക് മാത്രം ഈ ഭാഗ്യം ലഭിച്ചു. ദാറ്റ് ഈസ് അൺടോൾഡ് ഫേവർ. ആ നിലയിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കി ഇന്ന് രാത്രി ഒരു ദൂത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിലേക്ക് വലിച്ചെറിയുക. നിന്റെ സഹോദരങ്ങളിലോ, നിന്റെ കുടുംബത്തിലോ, നിന്റെ ചാർച്ചക്കാരിലോ, നിന്റെ ബന്ധുമിത്രാദികളിലോ, നിന്റെ സ്നേഹിതന്മാരിലോ ആരുടെ മേളിലും വന്നു വീണിട്ടില്ലാത്ത ഒന്ന് ഇന്ന് രാത്രിയിൽ നിന്റെ മേളിൽ വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആർത്തു വിളിച്ചു, ഓ റിസീവ് ദാറ്റ്. അൺടോൾഡ് ഫേവർ നിന്റെ മേൽ ഉണ്ടെങ്കിൽ യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് വെരി വെരി ഹൈ. ഹല്ലേലൂയ. വെരി വെരി ഹൈ. ഈ മറിയയുടെ ഉദരത്തിൽ കിടക്കുന്ന ആരായി കിടക്കുന്നേ? യേശു. അവളുടെ ഉത്തരവാദിത്വം എന്നാ? ഇവനെ പ്രസവിക്കണം, ഈ ദൈവപുത്രനെ വെളിയിൽ ഇറക്കണം, ഇവനെ ചുമക്കണം. ഒന്നും സംഭവിക്കരുത്, മിസ്കാരി ഒരു പ്രതിസന്ധി ഉണ്ടാകരുത്. ദൈവത്തിന്റെ ഹിതം പോലെ നടക്കണം. ഈ വയറ്റി ചുമക്കുന്ന എന്തുവാ? ആരെയായി ചുമക്കുന്നേ? യേശുവിനെയാ. ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുകൂലത, ഫേവർ വന്നു വീണ ഈ സഹോദരിയുടെ ഉത്തരവാദിത്വം എന്നാ? ഇവളുടെ ഉത്തരവാദിത്വം എന്നാ? ദൈവപുത്രനെ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഉഴപ്പ് കേസല്ല. അവൾ എത്ര ശ്രദ്ധയുള്ളവളായിരിക്കണം, അവൾ എത്ര പ്രാർത്ഥിക്കണം, അവൾ എത്ര സൂക്ഷിക്കണം. നോക്കിയേ, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫേവർ ഈ സ്പിരിച്വൽ കവറിങ്ങിൽ നിൽക്കുന്ന നിങ്ങളുടെ മേൽ വന്നു വീഴുമ്പോൾ അതുകൊണ്ട് ഓടാനല്ല, യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് വെരി ഹൈ. നിന്റെ ഉത്തരവാദിത്തത്തെ നീ മറന്നു പോകരുത്. നിന്റെ ഉത്തരവാദിത്തത്തിൽ നീ നിലനിൽക്കണം. നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തയായിരിക്കണം. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറിയെ ദൈവം ഏൽപ്പിച്ച ഇതിൽ അവൾ അവിശ്വസ്തയായി അലസയായി മാറി ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവൾ അൺടോൾഡ് ഫേവറിന് ഉടമയാണോ?
സ്ത്രീകളിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണോ? അല്ല. അവൾ ആ റെസ്പോൺസിബിലിറ്റിയെ, ദൈവം ആ ഫേവറിനോടൊപ്പം കൊടുത്ത റെസ്പോൺസിബിലിറ്റിയെ കീപ്പ് ചെയ്ത് അതിനെ നിലനിർത്തി അതിനകത്തുനിന്ന് മാറിപ്പോകാതെ അതിനൊന്ന് ഒത്തു നിന്നതുകൊണ്ട് സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പറഞ്ഞു. Psalms 89 verse 15 and 16. സങ്കീർത്തനം 89 15 16 വാക്യം. നീ അവരുടെ ബലത്തിൻ്റെ മഹത്വമാകുന്നു, നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. സങ്കീർത്തനം 89 15 16. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. വായിക്കാം പാസ്റ്റർ. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. Yes, read. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ for you are the glory of their strength and by favor our horn is exalted. ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വന്നാൽ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കും. അങ്ങനെങ്കിൽ 2015 നീ ഒരിടത്തും തല താഴ്ത്തുവല്ല, നിന്റെ തല എല്ലായിടവും ഉയർന്നിരിക്കും.